Hi friends, welcome to my YouTube channel. അപ്പോൾ ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നു, പക്ഷേ സെക്ഷൻ സി കുറച്ച് ബുദ്ധിമുട്ടിച്ചു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ് മെജോറിറ്റിയുടെ അഭിപ്രായം. അപ്പോൾ എനിക്കും തോന്നി ഈ വർഷത്തെ SSLC പരീക്ഷ വലിയ ബുദ്ധിമുട്ടിപ്പിച്ചില്ല നമ്മളെ കെമിസ്ട്രി. സെക്ഷൻ സിയിൽ 1-2 ക്വസ്റ്റ്യനുകൾ ബുദ്ധിമുട്ടിപ്പിച്ചു. എന്നാലും അത്യാവശ്യമൊക്കെ പഠിക്കുന്ന പിള്ളേർക്കുണ്ടല്ലോ A+ കിട്ടാൻ വളരെ എളുപ്പമാണ്. പിന്നെ A വാങ്ങാനായിട്ട് നല്ല എളുപ്പം തന്നെയായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് ഭൂരിപക്ഷം പിള്ളേരും നമ്മുടെ അടുത്ത് അഭിപ്രായപ്പെട്ടത്. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഇൻഡിവിജ്വലായിട്ട് എങ്ങനെയായിരുന്നെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ പ്രതീക്ഷിച്ച് പോയതിനേക്കാൾ എളുപ്പമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി SSലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തി വയ്ക്കാം. അതായത് നമ്മൾ ഹിസ്റ്ററിയിലെല്ലാം ഇങ്ങനെ പഠിക്കേണ്ട, പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള മാർക്കിംഗ് സ്കീമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോഴേ നമുക്ക് പ്രധാനപ്പെട്ട പാഠങ്ങളും ആ പാഠഭാഗങ്ങൾ നമുക്ക് എത്ര മാർക്കിനാണ് ചോദിക്കുന്നതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, ഞാൻ ഈ പറയുന്ന ഓരോ പാഠഭാഗങ്ങളും നിങ്ങൾ എഴുതിയെടുക്കുക എത്ര മാർക്കിനുള്ളതാണെന്ന്. ഓക്കെ, എന്നിട്ടാണ് നിങ്ങളത് പഠിക്കാവൂ. അപ്പോൾ നിങ്ങൾ അത് എഴുതിയെടുക്കുക, ഓരോ പാഠവും എത്ര മാർക്കിനാണ് നിങ്ങൾ എഴുതിയെടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പാഠം, അതായത് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും, ഈ പാഠം 4 മാർക്കിന് ചോദിക്കും കേട്ടോ, 4 മാർക്കിന് ചോദിക്കും. പിന്നെ കൾച്ചറൽ ആൻഡ് നാഷണലിസം എന്ന് പറയുന്ന പാഠം, അതായത് സംസ്കാരവും ദേശീയതയും, ഈ പാഠം 5 മാർക്കിന് ചോദിക്കും. ഓക്കെ, പിന്നെ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന പാഠം 6 മാർക്കിന് ചോദിക്കും. അതായത് സമരവും സ്വാതന്ത്ര്യവും 6 മാർക്കിന് ചോദിക്കും. പിന്നെ പറയുന്നത് രാഷ്ട്രവും രാഷ്ട്രശാസ്ത്രവും, അത് 4 മാർക്കിനാണ്. അതായത് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് 4 മാർക്കിന്. പിന്നെ പറഞ്ഞത് സോഷ്യോളജി വാട്ട് വൈ എന്ന് പറയുന്ന പാഠം 3 മാർക്കിന്. അതായത് സമൂഹശാസ്ത്രം എന്തിനെന്ന് പറയുന്ന പാഠം. ഓക്കെ, അത് 3 മാർക്കിനുമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 5 പാഠങ്ങൾ. അപ്പോൾ ഞാൻ ഹിസ്റ്ററി 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ പ്രധാനപ്പെട്ട 5 പാഠങ്ങളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. അപ്പോൾ ഈ 5 പാഠത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേഗം പഠിച്ച് തീർക്കുക. ഓക്കെ, ഉടനെ അടുത്ത 3-4 പാഠങ്ങളെ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അത് സെക്ഷൻ 2 ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. പിന്നെ നമുക്ക് ജിയോഗ്രഫിയും കൂടെ പരിചയപ്പെടുമ്പം SSC. അപ്പോൾ ഈ 5 പാഠം നിസ്സാരക്കാരല്ല. കാരണം എന്താണ്, എനിക്ക് തോന്നുന്നു ഒരു 22 മാർക്കിനോളം നിങ്ങൾക്ക് ഈ 5 പാഠം പഠിച്ചാൽ കിട്ടും. സോ 22 മാർക്സ് ഇസ് നോട്ട് എ സ്മോൾ മാർക്ക്. 22 മാർക്കിനോളം ഈ 5 പാഠത്തിൽ നിന്ന് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാനാണെങ്കിലോ വലിയ ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പഠിക്കുക. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, അല്ലെങ്കിൽ വേൾഡ് ഇൻ 20th സെഞ്ചുറി, ഇതിലേതെങ്കിലും ഒരു പാഠം പഠിച്ചാൽ കേട്ടോ, രണ്ടും കൂടെ പഠിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. അതിൽ ഒരു പാഠം പഠിച്ചാൽ എത്ര മാർക്കിന്? 6 മാർക്കിന് ഒരു പാഠം പഠിച്ചാൽ. നിങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ എളുപ്പമുള്ള ഏത് പാഠമാണോ അത് പഠിക്കുക. ഓക്കെ, പിന്നെ കേരള ടുവേർഡ്സ് മോഡേണിറ്റി, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇത് 2 പാഠത്തിൽ നിന്നും കൂടെ 6 മാർക്കിന് ചോദിക്കും. പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സിവിക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പാഠം 8 മാർക്കിനും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹിസ്റ്ററിയിലെ മാർക്കിംഗ് പാറ്റേൺ. ഇതിപ്പോൾ ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്യാം. പ്രധാനപ്പെട്ട 5 പാഠങ്ങൾ ആദ്യത്തെ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട 5 പാഠങ്ങൾ, അതിലെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ 5 പാഠത്തിലെ മലയാളത്തിലും ഇംഗ്ലീഷിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ചെയ്തു തരുന്നതാണ്. ഹിസ്റ്ററിയിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ധൈര്യമായിട്ട് ഇടുക. ടൈം ഉള്ളതുകൊണ്ട് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഇതിൽ പ്രയാസമുള്ള പാഠങ്ങളെ ഒന്ന് ബ്രീഫായിട്ട് ഞാൻ സമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് തരാം. അപ്പം ഇന്ന പോർഷൻ ബുദ്ധിമുട്ടൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാനായിട്ട് സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോഴത്തെ നിലയ്ക്ക് സമയമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ റവന്യൂ സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ബ്രിട്ടീഷ് ഇൻ ദ വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ. പിന്നെ എക്സ്പ്ലെയിൻ ഹൗ ദ റവന്യൂ സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് അഡ്വേഴ്സ്ലി അഫക്ട് ദ അഗ്രികൾച്ചർ സെക്ടർ. ബ്രിട്ടീഷ് ചെയ്ത റവന്യൂ സിസ്റ്റം ഉണ്ടല്ലോ, ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാരുടെ പ്രോഡക്ട്സിനും അതുപോലെ അഗ്രികൾച്ചറിലൊക്കെ ഒരുപാട് ചുമത്തിയിരുന്നു, റവന്യൂ സിസ്റ്റം ചുമത്തിയിരുന്നത് എന്തൊക്കെയാണ്, അഗ്രികൾച്ചർ സെക്ടറിൽ അത് എന്തോന്നാണ്, എന്തൊക്കെ വേരിയസ് ടൈപ്പ് ഓഫ് റവന്യൂ ആണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പാഠത്തിൽ നന്നായിട്ടൊന്ന് പഠിക്കുക. അനലൈസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ മിസറീസ് ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ഇന്ത്യ. ഇൻഡിഗോ ഫാമേഴ്സ് അനുഭവിച്ച ദുരിതം, അവരെ പറഞ്ഞ് പറ്റിച്ചു ബ്രിട്ടീഷുകാർ. വേറെ ഒരുപാട് കൃഷി ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം ബ്രിട്ടീഷുകാരുടെ പ്രേരണയാൽ ഒരുപാട് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് അവർക്ക് ഇൻഡിഗോ ഒരു ആവശ്യം വന്നപ്പോൾ നമ്മളെ പാവപ്പെട്ട കർഷകർത്തൊക്കെ പറഞ്ഞു ടാക്സ് ഒന്നുമില്ല, ഫ്രീ ആണെന്ന്, ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവരെ ഇൻഡിഗോ എല്ലാം കർഷകരെ കൊണ്ട് ഇൻഡിഗോ എല്ലാം കൃഷി ചെയ്യിപ്പിച്ചിട്ട് അവസാനം നമ്മളെ പറ്റിച്ചിട്ട് പോയ ബ്രിട്ടീഷുകാരുണ്ടല്ലോ, അവരെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മറ്റേ ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ഇന്ത്യ, അനലൈസ് ദ ഫാക്ടേഴ്സ്. അത് നമ്മൾ നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, അടുത്ത് പറഞ്ഞാൽ അനലൈസ് ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു ദ ബ്രിട്ടീഷ് ഇന്ത്യൻ സോൾജേഴ്സ് ടു ദ റിവോൾട്ട് ഓഫ് ഇന്ത്യ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1857 റിവോൾട്ട് നന്നായിട്ട് പഠിക്കുക. 1857 റിവോൾട്ട് 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നതാണ്. അത് നന്നായിട്ടിരുന്ന് പഠിക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
What are the methods by which the wealth of Indian drained to British according to the drain theory of Dadabhai Navroji? Dadabhai Navrojiയുടെ ഡ്രെയിൻ തിയറി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കിലുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട. അതെല്ലാം അതിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. പൗസ് ചെയ്ത് നിർത്തിയിട്ട് നിങ്ങൾക്കത് എഴുതി എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇത് കൾച്ചർ ആൻഡ് നാഷണലിസത്തിൽ ടു വാട്ട് എക്സ്റ്റെന്റ് ദ ഐഡിയാസ് പുട്ട് ഫോർവേഡ് ബൈ ദ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ 19th century വെയർ സ്യൂട്ടബിൾ ഫോർ എ സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ ഇവാലുവേറ്റ്. അതായത് കൾച്ചറൽ ആൻഡ് നാഷണലിസത്തിലാണ്. അതിൻ്റെ റിഫോർമേഷൻ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. 19th centuryയിലെ റിഫോർമേഷൻ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. സോഷ്യൽ റിഫോംസിൻ്റെയും റിഫോർമേഷനെയും കുറിച്ച് നന്നായിട്ട് പഠിക്കുക. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ന്യൂസ് പേപ്പർ ഇൻ പ്രൊപ്പഗേറ്റിംഗ് ദ ഐഡിയാസ് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ ന്യൂസ് പേപ്പർ ചെയ്ത പങ്ക്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പങ്ക് എന്താണെന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്നുള്ള പാഠം, ജാലിയൻവാല ബാഗ് നിങ്ങൾക്ക് അറിയാം. ജാലിയൻവാല മെസ്സേജർ നല്ലതായിട്ട് പഠിച്ചിട്ട് പോവുക. ജാലിയൻവാലയിലെ കൂട്ടക്കുരുതി അത് പഠിച്ചിട്ട് പോവുക. പിന്നെ ഗാന്ധിജി സാൾട്ട് സത്യാഗ്രഹ ബൈ ഗാന്ധിജിയെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്, ഖിലാഫത്ത് മൂവ്മെൻ്റ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടേ പോവാവൂ ഫ്രണ്ട്സ്. പിന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് പഠിച്ചാലും ഹിസ്റ്ററിയിൽ പഠിക്കുമ്പോൾ വർഷമുണ്ടെങ്കിൽ വർഷം നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. വർഷം നിങ്ങൾ ആൻസർ കീയിലെ പോയിന്റിൽ കാണുമ്പോൾ ടീച്ചർമാർക്കൊരു സന്തോഷമുണ്ട് കേട്ടോ, ഇവർ വർക്ക് ചെയ്ത് പഠിച്ചിട്ട് വന്ന പിള്ളേരാണെന്ന്. അല്ലെങ്കിൽ പിന്നെ വേറും പോച്ചായി പോകുന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഒക്കെ എഴുതി വയ്ക്കുമ്പോൾ ജാലിയൻവാല ബാഗ് ഇങ്ങനെയാണ് സംഭവം, ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വെടിയുതിർത്തു ഒരു കോട്ടയ്ക്കകത്ത് കൂടിയ, അതൊക്കെ നമ്മൾ എഴുതി വയ്ക്കുമ്പോഴത്തേനും ഇതൊക്കെ വെറും ഒരു ഇതായിപ്പോവും. നമ്മൾ ആ വർഷമൊക്കെ എഴുതി 1919 എഴുതി അങ്ങനെയൊക്കെ വർഷങ്ങളൊക്കെ എഴുതി തീയതികളൊക്കെ എഴുതി വച്ചിട്ട് പോകുമ്പോഴുണ്ടല്ലോ ഫ്രണ്ട്സേ, നമ്മൾ നല്ല മാർക്ക് കിട്ടും കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, വർഷവും തീയതിയൊക്കെ എഴുതി പോകുമ്പോഴും ഒരു ആൻസറിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ഒക്കെ മിസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഹിസ്റ്ററിക്ക് മാർക്ക് പോയി. നമ്മൾ വിചാരിക്കും അയ്യോ എല്ലാം എഴുതിയിട്ടുണ്ട്, നല്ല എളുപ്പമായിരുന്നു പരീക്ഷ. ഇങ്ങനെ ഉണ്ടായിരുന്നു, വളരെ എളുപ്പമായിരുന്നു, കാര്യങ്ങളൊക്കെ അറിയാം. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എനിക്കറിയാം, നിസ്സഹകരണ പ്രസ്ഥാനം അറിയാം, ഉപ്പ് സത്യാഗ്രഹം അറിയാം, ഇതെല്ലാം അറിയാം, വളരെ എളുപ്പത്തിൽ എഴുതിയെന്ന്. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഒരു അല്പം മാർക്ക് കുറയും കേട്ടോ നമ്മൾ പ്രതീക്ഷ ചെയ്യുന്നു. കാരണം എന്താണ്, പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം മിസ് ചെയ്താൽ മാർക്ക് കുറഞ്ഞു പോകും. അപ്പോൾ എന്താണ്, നമ്മുടെ ഡേറ്റ്സ് ഒന്നും മിസ് ചെയ്തിട്ടില്ല, നമ്മൾ വർഷമൊന്നും മിസ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോണേ ഫ്രണ്ട്സേ. പിന്നെ സ്റ്റേറ്റ് ആൻഡ് ദ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു പാഠമുണ്ട് കേട്ടോ, അത് ഇത്തിരി അങ്ങോട്ട് ദഹിക്കാൻ പാടായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ പൊളിറ്റിക്കൽ സയൻസ്? പൊളിറ്റിക്കൽ സയൻസ് എന്താണ്? വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ദ പ്രസൻറ്റ് ഡേ സൊസൈറ്റിയിലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വാട്ട് ഈസ് മൈ സോവർണിറ്റി? സോവർണിറ്റി എന്തോന്നാണെന്നുള്ള 2 ചോദ്യങ്ങളും പാഠത്തിൽ നിന്ന് ചോദിക്കാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ അത്രയും പാഠങ്ങൾ. അപ്പോൾ ആ പറഞ്ഞ 5 പാഠങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓക്കെ. അപ്പോൾ ഇതാണ് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട 5 പാഠങ്ങൾ. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിൽ അപ്ലോഡ് ചെയ്യണുണ്ട്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ നന്നായിട്ടിരുന്ന് പഠിക്കുക, വളരെ നന്നായിട്ടിരുന്ന് പഠിക്കുക. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ അപ്ലോഡ് ചെയ്യണുള്ളൂ. നിങ്ങൾ പഠിച്ച് റിവൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എനിക്ക് ഇമ്പോർട്ടൻ്റ് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. മാർക്കിംഗ് പാറ്റേൺ അത് തന്നെ ആയിരിക്കും. അപ്പോൾ മാർക്കിംഗ് പാറ്റേണിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, എല്ലാം നന്നായിട്ടിരുന്ന് പഠിക്കുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ ഇതിനൊന്നും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. കാരണം ഇതിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതാണ് SS ഉള്ളത്. ഇനി ചെയ്യാനായിട്ടുള്ളത് സെക്കൻഡ് പാർട്ടാണ്. അത് നിങ്ങൾ ഇത് പെട്ടെന്ന് പഠിച്ച് തീർക്കുക. ഞാൻ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഹിസ്റ്ററി SS നല്ല മാർക്ക് കിട്ടട്ടെ, വളരെ എളുപ്പമായിരിക്കട്ടെ. ഇതെല്ലാം ഈസി ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബ്രെയിനിൽ കയറ്റാൻ ഫീഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.